ഈ സൂര്യൻ്റെ വെളിച്ചമുണ്ടല്ലോ നമുക്കൊരു പോസിറ്റീവ് എനർജി തരും കേട്ടോ. എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ. ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം 10-15 ദിവസത്തോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ ഞാനത് ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞ് അടുത്ത ദിവസങ്ങളിലായിട്ട് എടുത്ത് വെച്ചൊരു വീഡിയോ ആയിരുന്നു. ഇത് അപ്ലോഡ് ആക്കാനായിട്ട് എനിക്ക് വല്ലാത്തൊരാഗ്രഹം കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചതായിരുന്നു. ബിസി ലൈഫ് ആയതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാനും ഒന്നും കഴിയാത്തത് കാരണം അങ്ങനെ നീങ്ങിപ്പോയതായിരുന്നു. ഹൗസ് വാമിംഗ് കഴിഞ്ഞ അടുത്ത 2-3 ദിവസങ്ങളിൽ ഉമ്മയും വല്യുമ്മയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. എനിക്കൊരു ഹെൽപ്പിനായിട്ട്, ഒരു സപ്പോർട്ടിനൊക്കെ ആയിട്ട്. അവരുള്ളപ്പോൾ ഒരു ധൈര്യമായിരുന്നു എല്ലാം ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പം അവർ എന്തായാലും ഇപ്പോൾ ഫുൾ ടൈം ഇവിടെ നിന്നാൽ അവർക്ക് പറ്റില്ലല്ലോ. അവർക്ക് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അവർ പോയപ്പോൾ എന്തായാലും ഞാൻ ഒറ്റയ്ക്കായി. അപ്പോൾ ഒറ്റയ്ക്കായപ്പോൾ വല്ലാത്തൊരു ഫീൽ ആയതുകൊണ്ട് തന്നെ എൻ്റെ കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു. അവൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് കുറച്ച് ലീവുകളൊക്കെ ആ ടൈമിൽ സ്കൂളിൽ കിട്ടിയപ്പോൾ അവൾ വന്നിട്ടുണ്ടായിരുന്നു. മോനെ നോക്കാനൊക്കെ ആയിട്ട് അവൾ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ചെറിയ ബേബിയാണ്, 6 മാസമായിട്ടുള്ളൂ. ചെറിയ ആൾക്ക് രണ്ടാമത്തെ മോനിക്ക് 2.5 വയസ്സായിട്ടുള്ളൂ കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം ദോശ ടൈപ്പൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന പുട്ട്, അതുപോലെ ഉപ്പുമാവ് ആ ടൈപ്പാണ് ഉണ്ടാക്കാറുള്ളത്. നമുക്കൊരു സെറ്റായി വരുന്നതിന് ശേഷമല്ലേ മറ്റുള്ളതൊക്കെ ഇങ്ങനെ പരീക്ഷിക്കാമെന്ന് കരുതിയപ്പോൾ പുട്ടാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പുട്ടിലേക്ക് മുട്ടക്കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. മുട്ടക്കറിയും പുട്ടും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. പിന്നെ അത് നമ്മൾ തറവാട്ട് വീട്ടിൽ നിന്ന് കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു നമ്മളത്. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ സിസ്റ്റർ അവളാണ് കുറേ സെറ്റാക്കാനായിട്ട് അലമാരയിലേക്ക് മടക്കിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൾ. അപ്പോൾ ഞാൻ അവളത് ചെയ്യുന്ന സമയത്ത് ഉച്ചക്കത്തേക്കുള്ള ഒക്കെ റെഡിയാക്കാമെന്ന് കരുതിയിട്ട് മോരുകറി ഉണ്ടാക്കുക പെട്ടെന്നാവുമല്ലോ എന്ന് കരുതിയിട്ട് മോരുകറി ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മോരുകറിയും ചോറും ഒക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കി കേട്ടോ. മോരുകറി തേങ്ങ അരച്ച് ചെയ്യുന്നവരുണ്ട്, അല്ലാതെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പം ഞാനിത് ചെയ്യാനായിട്ട് പഠിച്ചത് തേങ്ങ അരക്കാതെ ചെയ്തിട്ടുള്ളത്. ശ്യാം ജിയോ എന്ന് പറഞ്ഞുള്ള ഒരു ചാനലുണ്ടല്ലോ ഫുഡിൻ്റെ, അവരുടെ ഇതിൽ നോക്കിയിട്ടാണ് ഞാൻ അത് പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സെയിം അതേ രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തൈര് എടുക്കുക, ഒരു പാക്കറ്റ് തൈര് എടുത്ത് അതിൻ്റെ അതേ അളവിൽ വെള്ളം ചേർത്ത് അങ്ങനെയുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല എരിവിലൊക്കെയാണ് ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കുക. നമുക്കിത് ഹെൽത്തിനും നല്ലത് തന്നെയാണല്ലോ. അപ്പം എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സിമ്പിളായിട്ടുള്ളത് എന്തോ അത് മാത്രം ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റൈലായിട്ട് മാറിയിട്ടുണ്ട് എൻ്റേത്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഐറ്റംസ് മാത്രം ഞാൻ തിരഞ്ഞെടുക്കും. അപ്പോൾ ഉമ്മയും വല്യുമ്മയൊക്കെ പോകുന്നതിന് മുൻപായിട്ട് കുറേ പണികൾ അവർ ചെയ്ത് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. ചെറിയ ഉള്ളിയൊക്കെ തൊലിയൊക്കെ പൊളിച്ച് വെച്ച്, അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ച് കുപ്പിയിലാക്കി അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട് അവർ പോയിട്ടുണ്ടായിരുന്നു. കുറേ എനിക്ക് വർക്ക് കുറക്കാമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഉച്ചക്കത്തെ ആ ഒരു കിച്ചണിൽ ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇനി അതെല്ലാം ക്ലീൻ ആക്കിയിട്ട് അടുക്കളയിൽ നിന്ന് പോന്നാൽ പിന്നെ ആരും സൈഡിലേക്ക് നോക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അതൊക്കെ റെഡിയാക്കിയിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ഇതാ മക്കളൊക്കെ ഓരോരുത്തരായി എണീറ്റ് അങ്ങനെ കുറേ ബെഡ്റൂമിൽ ആദ്യം ക്ലീൻ ആക്കാനാണ് എനിക്കിഷ്ടം. മക്കളൊക്കെ എണീറ്റിട്ടുണ്ടെങ്കിൽ ആ ബെഡ്റൂം ആദ്യം ക്ലീൻ ആക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അവർ കുറച്ച് നേരം വൈകിയതുകൊണ്ട് തന്നെ ബെഡ്റൂമും കാര്യങ്ങളൊന്നും ക്ലീൻ ആക്കിയിട്ടില്ലായിരുന്നു. അടുക്കളയിലുള്ള ഏകദേശം വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ തന്നെ കുറേ സമാധാനമാവും കേട്ടോ. അപ്പോൾ അതെല്ലാം തീർത്ത് ഇനി മക്കളൊന്നും ഉണർന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അവരൊക്കെ എണീപ്പിച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ ക്ലീനിങ് ചെയ്യാമെന്ന് കരുതി. പിന്നെ പെട്ടെന്ന് തന്നെ നമുക്കുള്ള ടൈമിൽ അങ്ങനെ ചെയ്യണമല്ലോ. പിന്നെ ഇതൊന്നും ഇപ്പോൾ ഞാനങ്ങനെ നേരാക്കിയിട്ടൊന്നും കാര്യമില്ല. ഒരു 5 മിനിറ്റ് അങ്ങനെ കണ്ടെങ്കിലായി. എന്നാലും നമ്മൾ നേരാക്കി വെക്കുമ്പോൾ നമുക്കതൊരു സന്തോഷമല്ലേ. അവർ ഉള്ളതുകൊണ്ട് ഇതൊക്കെ കേടായി എന്ന് ഒരിക്കലും പറയാൻ പാടില്ല കേട്ടോ. അവരുള്ളത് കൊണ്ടല്ലേ നമുക്ക് ഇത്രയും ഹാപ്പി ആയിട്ട് നമ്മൾ പോകുന്നത്. എന്നാലും ആദ്യ ബേബിയൊന്നും അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ചുമരിലൊക്കെ ആദ്യമൊക്കെ ചുമരിലൊക്കെ നന്നായിട്ട് വരക്കുമായിരുന്നു. പിന്നെ ഇപ്പോൾ സെറ്റിയിലൊക്കെ ഇങ്ങനെ കേടാക്കുന്ന സമയത്ത് നമ്മുടെ സോഫയല്ലേ കേടാക്കല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ കുറേയൊക്കെ അവൻ അനുസരിക്കും കേട്ടോ. 2.5 വയസ്സായിട്ടുള്ളല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വികൃതിയൊന്നും അത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ. പിന്നെ അവരെ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവരെ ഫ്രഷ് ആക്കി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു തേങ്ങ പൊളിച്ച് വെച്ചിട്ട് നമുക്ക് ചിരവി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊക്കെ നമുക്ക് രാവിലെയൊക്കെ അങ്ങനെ കിട്ടുമല്ലോ, അങ്ങനെ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് 2 തേങ്ങ അങ്ങനെ പൊളിച്ച് ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പുതിയ ബോട്ടിൽസ് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ സിസ്റ്ററിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവളിതൊക്കെ സെറ്റാക്കി തരുമായിരുന്നു, പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട്. നമ്മൾ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വെളുത്തൂരുള്ള ഒരു ഷോപ്പുണ്ടല്ലോ, വി മാർട്ടും ഗാലക്സി ഒക്കെ അതിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കുറച്ചധികം ഡിന്നർ സെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ തന്നിട്ടുള്ളത് നമ്മൾ ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് കൊടുത്ത് നമ്മൾ കുറച്ച് നമുക്ക് ആവശ്യമുള്ള ബോട്ടിൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന ഒരു ചെറിയ ബോട്ടിൽസ് ഉണ്ടല്ലോ, ഈ 6 ബോട്ടിൽസ് ഞാൻ എടുത്തിട്ടുള്ളത് വിശാൽ മാർട്ടിൽ നിന്നാണ്. വളാഞ്ചേരിയുള്ള വിശാൽ മാർട്ടിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്.
എൻ്റെ കുഞ്ഞു സന്തോഷങ്ങളാണ് നിങ്ങളുമായിട്ടും പങ്കുവെച്ചിട്ടുള്ളത്. പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നവരേക്കും ബായ്. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആക്കാനും സപ്പോർട്ട് ആക്കാനും ഷെയർ ആക്കാനൊന്നും മറക്കല്ലേ.